ശ്രീ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്ന മൂന്നാമത്തെ തെളിവാണ്. എച്ച് ഫയൽസ് എന്നാണ് ഹരിയാനയിലെ വോട്ട് കൊള്ളയ്ക്ക് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. 25 ലക്ഷം കള്ളവോട്ട് എന്നുള്ളതാണ്. ഈ തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇത് ഞാനായിട്ട് കൊണ്ടുവരുന്നതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടിയ രേഖകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന്. അപ്പോൾ ഈ തെളിവുകളെ എങ്ങനെയാണ് BJP കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് എച്ച് ഫയൽസ് അല്ല, ഇത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നേരത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചു, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ്. അത് ഇനി വരുമെന്നാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആൻറ്റി ഇന്ത്യൻ സോറോസ് സ്പോൺസേർഡ് ക്യാമ്പയിനാണ്. ഇന്ത്യക്കെതിരായി രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധ പ്രചാരണത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ്. ഇപ്പോൾ താങ്കൾ ലക്ഷ്മി, അതുപോലെ കുറേ പേരുകൾ പറഞ്ഞല്ലോ. ഒരു പെൺകുട്ടിയുടെ ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഒരു പേര് പറഞ്ഞിരുന്നു, ആ പേര് താങ്കൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. മിൻഡാദേവിയുടെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു, എല്ലാ ചാനലിലെയും ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു. 124 വയസ്സുള്ള മിൻഡാദേവിയുടെ കാര്യം. അത് വെറും ഒരു ക്ലറിക്കൽ എറർ മാത്രമായിരുന്നു, അവർക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2019-ലും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമനില തെറ്റിയ രാഹുൽ ഗാന്ധി ആൻറ്റി ഇന്ത്യൻ ലോബികളുമായി ചേർന്ന്, അർബൻ നക്സലുകളുമായി ചേർന്ന്, ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് സോറോസിൻ്റെ അച്ചാരം വാങ്ങി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 അദ്ദേഹം പറഞ്ഞു, EVM ടാമ്പർ ചെയ്യപ്പെടുകയാണ് വ്യാപകമായി ഇന്ത്യയിൽ. വലിയ രീതിയിൽ നിങ്ങളുടെ ചാനലടക്കം എല്ലാവരും പ്രചരിപ്പിച്ചു EVM ടാമ്പറിങ്. ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് 2 തവണ നോട്ടീസ് അയച്ചു. ഏത് IT വിദഗ്ധനുമായി വന്നിട്ട് EVM ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാൻ എത്ര സമയം വേണമെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തരാം. പക്ഷേ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതേയില്ല. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഈ പ്രാവശ്യവും പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫൈനലി വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഈസ് നോട്ട് മൈ വർക്ക്. മൈ വർക്ക് ഈസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്, ഞാൻ പറയുന്നതെല്ലാം സുപ്രീം കോടതി കാണുന്നുണ്ട്, ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല, കോടതി ഇങ്ങോട്ട് വരട്ടെ എന്നാണ്. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നേ ഉള്ളൂ. ഈ ആരോപണം ഒരാൾ പോലും ഏറ്റെടുത്തിട്ടില്ല. SIRനെതിരായിട്ട്, വോട്ടർ പട്ടികയിലെ വോട്ട് ചോരിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി 16 ദിവസം ബീഹാറിൽ ക്യാമ്പയിൻ നടത്തി. വലിയ പ്രചരണ ജാഥയായിരുന്നു, രാജ്യം മുഴുവൻ വലിയ പ്രചാരണം കിട്ടി. പക്ഷേ ബീഹാർ ഇലക്ഷൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ സഖ്യം ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ആവർത്തിച്ചിട്ടില്ല. അവരത് പ്രചാരണ വിഷയമാക്കിയിട്ടേയില്ല. ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല. ഉത്തർപ്രദേശിൽ രണ്ട് തവണ പരാജയപ്പെട്ടതിന് ശേഷവും മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല. ഇനി കഴിഞ്ഞ തവണ ആരോപണം കൊണ്ടുവന്ന കർണാടകയിൽ സിദ്ധരാമയ്യയോ അതല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറോ ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല. ഈ രാജ്യത്തൊരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇത് വളരെ വ്യാജമായി നിർമ്മിച്ചൊരു വ്യാജ നിർമ്മിതിയാണ്. ഇത് ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് രാജ്യം മുഴുവൻ SIR നടപ്പാക്കണമെന്ന് പറയുന്നത്. SIR നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി അനുകൂലമല്ല. SIR നടപ്പാക്കിയാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്, എത്രയോ വർഷങ്ങളായിട്ട്. ആ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ചെന്ന് ശരിയായ രീതിയിലല്ല, സുതാര്യമായ രീതിയിലല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ ചാമ്പ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, അങ്ങ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് ഒന്ന് ഇടപെടുന്നത്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നൊരു ബ്രസീലിയൻ യുവതിയുടെ ചിത്രം, ആ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുക, അതാണ് ഈ സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിലൊക്കെ വരുന്നത്. 22 തവണ ഹരിയാനയിലെ 10 ബൂത്തുകളിൽ ഇവരുടേതായ ഫോട്ടോയാണ് വരുന്നത്, പല പേരുകളിൽ. അങ്ങനെ ഒരു ബ്രസീലിയൻ യുവതി വന്ന് വോട്ട് ചെയ്തു എന്നല്ല രാഹുൽ പറയുന്നത്. അങ്ങനെ ഒരു പടം ഇടുന്നത് അവിടെ ആർക്കും വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുകയാണ്. ഈ രീതിയിൽ വേറെയും സ്ത്രീകളുടെ ചിത്രങ്ങൾ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയുണ്ടായി.
വേറെയും തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. പല തരത്തിലാണല്ലോ ഇത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ വരുന്നു, ബ്ലർ ചെയ്ത പടങ്ങൾ വരുന്നു, പറയട്ടെ, ബൾക്കായ വോട്ടർമാർ വരുന്നു. ഇതിന്റെയൊക്കെ കണക്കുകളാണല്ലോ. 5,21,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ഇൻവാലിഡ് അഡ്രസ്സുകൾ 93,000, ബൾക്ക് വോട്ടർമാർ 19 ലക്ഷം എന്ന അടക്കം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വരുന്ന പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ്. ഒരേ പടം പല പേരുകളിൽ, പല അച്ഛന്മാരുടെ പേരുകളിൽ, പല മേൽവിലാസങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ തവണയും. ഇത്തവണയും അതുണ്ട്. അതേപോലെ 0 എന്ന അഡ്രസ്സിൽ വരുന്നത്, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വൈകാരികമായ പ്രതികരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. ആ പ്രതികരണം എന്ന് വെച്ചാൽ ഈ വീടില്ലാത്തവർ, ഈ തെരുവുവിളക്കിന് കീഴെ കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് പോലും വോട്ടവകാശം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് എന്നൊരു വലിയ പ്രസംഗമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. ഇന്ന് അതിലും തെളിവ് കണ്ടിരുന്നുണ്ട്. ആ 0 അഡ്രസ്സ് പോയി തപ്പി നോക്കിയപ്പോൾ ഒരു വലിയ വീടാണ്. ആ വലിയ വീടിൽ ഒരാളുണ്ട്, അയാളെ പേരും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അയാളുടെ പേര് നരേന്ദ്ര എന്നാണ്, മിസ്റ്റർ നരേന്ദ്ര. അയാളെ തിരഞ്ഞപ്പോൾ കിട്ടിയില്ല. ആ വീട്ടിലെ ആൾ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഫിസിക്കലി കണ്ടു, ആ വീടും കണ്ടു, ആ വീട്ടിലെ ആളെന്ന് തെളിയിക്കാൻ പറ്റില്ല. ഇതാണ് ഈ 0 അഡ്രസ്സ് എന്ന് പറയുന്നത് തെരുവിലെ ആളുകളല്ല എന്ന് കൂടി തെളിയിക്കപ്പെടുകയാണെന്ന്. അപ്പോൾ കൊണ്ടുവന്ന തെളിവുകളോട് കൃത്യമായ മറുപടി പറയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിന് അങ്ങൊരു മറുപടി തരണം. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ BJPയുടെ വക്താവ് തന്നെയായിരുന്ന ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും, കശ്മീരിൽ നിന്ന് വരെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ഒരു തെളിവായി കൊണ്ടുവരികയാണ്. അതിനോട് റിജിജു എന്താണ് പ്രതികരിച്ചത്? അത് ശരിയായ ബൈറ്റല്ല, വ്യാജ ബൈറ്റാണെന്ന്. വ്യാജ ബൈറ്റാണോ? അങ്ങേക്കും അറിയുന്നല്ലേ, ഇവിടെ പറഞ്ഞ കാര്യമല്ലേ, നമ്മളൊക്കെ അന്ന് കേട്ടതല്ലേ. ഞങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഒരു കാര്യം ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള, കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഒരേ ഒരു ഓപ്പോസിറ്റ് വോയിസ് എൻ്റേത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ള അവസരം തരണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സിസ്റ്റമല്ല. നമ്മൾ വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ് ഈ രാജ്യത്തുള്ളത്. അതായത് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല. അമേരിക്കയെ പോലെ 2 പേര് മത്സരിക്കുന്നു, അവർ രാജ്യം മുഴുവൻ ഇലക്ട്രോണിക് ഓൺലൈനിലൂടെ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല. ലക്ഷക്കണക്കിന് വരുന്ന പോളിംഗ് ബൂത്തുകൾ, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നേരത്തെ 1 പ്രാവശ്യമായിരുന്നു വർഷത്തിൽ, ഇപ്പം 3 പ്രാവശ്യമായിട്ട് ചുരുക്കി. ഓരോ വ്യക്തിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും കള്ള വോട്ട് തടയാനും ഒക്കെയുള്ള സാവകാശം കൊടുത്തിട്ട് ഒരു വലിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അപ്പീലിനുള്ള അവകാശങ്ങളുണ്ട്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരവസരം കൂടി കൊടുക്കും. ഏതെങ്കിലും ഒരു പൗരൻ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ചേർക്കാനുള്ള. നോക്കൂ, ഈ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് ഞങ്ങളാരും നിഷേധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കേരളത്തിൽ വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് എന്ന് പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി, ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ വഴി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സമീകൃതമായിട്ട് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 50,000-ഓളം ഇരട്ട വോട്ടുകൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. കർണാടകയിൽ BJP അല്ല ജയിച്ചത്, നമ്മുടെ ഹിമാചൽ പ്രദേശിൽ BJP അല്ല ജയിച്ചത്, തെലങ്കാനയിൽ BJP അല്ല ജയിച്ചത്, നമ്മുടെ എല്ലാ 4-5 സംസ്ഥാനങ്ങളിൽ, ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിൽ UP ആണ്, ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത്. അവരാരും തന്നെ ഈ ആരോപണം ഇത് വ്യാജം, ഇപ്പം കഴിഞ്ഞ തവണ കർണാടകയിലെ മഹാദേവപുര ഒരു മണ്ഡലത്തിലെ കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മഹാദേവപുരയിലും കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള EVM ടാമ്പറിംഗ് ഇല്ല, ഒരു തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേടില്ല. മോദിയും BJPയും പറയുന്ന ഒരു കാര്യം, ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പ്രത്യേകിച്ച് 2002 ശേഷം കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. പലതരത്തിലുള്ള കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. വിദേശ പൗരന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ആസാമിലും ബംഗാളിലും ഇനി അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ചുരുങ്ങിയ തോതിലെങ്കിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് വിദഗ്ധമായിട്ട് പരിശോധിച്ച് സംശുദ്ധമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം. അതിന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അനുകൂലമല്ല, ഇന്ത്യ മുന്നണി അനുകൂലമല്ല. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും എക്സെപ്റ്റ് BJP അവരാരും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് അനുകൂലമല്ല. ഇനി മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു പാർട്ടി കൃത്രിമം നടത്തുന്നത് കണ്ടുപിടിക്കാതെ പോകുന്നത്? ഇന്നിപ്പോൾ പറയുന്നത് 223 വോട്ട് ഒരാളുടെ പേരിലുണ്ടെന്ന്. എവിടെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഏജന്റുമാർ?
അവർ BLA-മാരുണ്ടായിരുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ BLA-മാരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സിലും വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിൽ, തള്ളിക്കുന്നതിൽ, ഇടപെടുന്നതിലെല്ലാം പുറമേ നിന്നുള്ള പണ്ട് കാലത്ത് പിന്നെ ഏജന്റുമാർ BLA-മാർ എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ മാത്രമായിരുന്നു. ഇന്ന് ഔട്ട്സൈഡ് ബൂത്തിൽ കാർഡുമായിട്ടിരിക്കാം, വോട്ടർ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രോസസ്സിലും ഇരിക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കോടതി പോകാത്തത്? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ രാജ്യത്ത് സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് ചട്ടം ഏതെങ്കിലും ഒരു കൃത്രിമം നടന്നാൽ 1 മാസത്തിനുള്ളിൽ കോടതികളെ സമീപിക്കാം. ഞാൻ ഇലക്ഷനെതിരായിട്ട് കേസിന് പോയിട്ടുള്ള ഒരാളാണ്. 89 വോട്ടിനും 600 വോട്ടിനും തോറ്റ ഒരാളാണ് ഞാൻ. ഒരു തവണ 89 വോട്ടിന് തോറ്റപ്പം ഹൈക്കോടതിയെ സമീപിച്ച് കള്ള വോട്ട് 80 എണ്ണം ഞാൻ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ഉണ്ടെന്ന് കൃത്യമായി തോന്നിയാൽ നിയമ നടപടികൾ സ്വീകരിച്ച് അത് ശുദ്ധീകരിക്കുക. അവിടെ എത്രയോ പേര് കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ അയോഗ്യതാക്കിയിട്ടില്ലേ? ശരി, അങ്ങയുടെ ഒരു വാദമാണത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിൽ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. കോടതിയിൽ പോയി തെളിയിക്കുക എന്നതിനപ്പുറം ജനങ്ങളെ ബോധവൽക്കരിക്കുക, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നത്, ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി കാണിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തോടെ വിശദീകരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.